കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇടുക്കി രാജാക്കാട്ടിൽ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നു. വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച ഫയർ സ്റ്റേഷന് വേണ്ടി പഞ്ചായത്ത് സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. ഇവിടെ കെട്ടിടം നിർമ്മിക്കുന്നതുവരെ ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ വാടക കെട്ടിടത്തിലായിരിക്കും ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുക. ഇടുക്കി ജില്ലയിൽ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ കാട്ടുതീ പടർന്നുപിടിക്കുന്ന പ്രദേശമാണ് രാജാക്കാട്. നദികളും അണക്കെട്ടുകളും ഉള്ളതിനാൽ നിരവധി മുങ്ങിമരണങ്ങളും സംഭവിക്കാറുണ്ട്. രാജാക്കാട്, രാജകുമാരി, ശാന്തൻപാറ, സേനാപതി, ബൈസൺ വാലി പഞ്ചായത്തുകളിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ ഇപ്പോൾ അഗ്നിശമന സേനയെത്തുന്നത് അടിമാലി, മൂന്നാർ, നെടുങ്കണ്ടം എന്നിവിടങ്ങളിൽ നിന്നാണ്. ഇതിന് 1 മണിക്കൂറോളം സമയമെടുക്കും. ഈ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രാജാക്കാട് കേന്ദ്രീകരിച്ച് ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യമുയർന്നത്. തുടർന്ന് ഉടുമ്പൻചോല MLA MM മണിയുടെ ഇടപെടൽ ഫയർ സ്റ്റേഷൻ അനുവദിച്ചു. ഫയർ സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലവും വിട്ടു നൽകി. ഇവിടെ കെട്ടിടം നിർമ്മിക്കുന്നതുവരെ NR സിറ്റിയിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടം ഗ്രാമപഞ്ചായത്ത് വാടകയ്ക്കെടുത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ തന്നെ സ്ഥലമുണ്ട്. എന്നിരുന്നാലും അതിന്റെ കെട്ടിടം പണിയും അതുപോലെ വഴി സൗകര്യങ്ങളും ഒക്കെ ഒരുക്കുന്നതിൽ ഒരു കുറച്ച് കാലതാമസം വരും. അതുകൊണ്ട് നമ്മൾ NR സിറ്റിയിൽ ഒരു കെട്ടിടത്തിലോട്ടാണ് ഇപ്പോൾ താൽക്കാലികമായി ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഇവിടെ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതായിരിക്കും. ഫയർ എഞ്ചിനും മറ്റു വാഹനങ്ങളും നിർത്തിയിടുന്നതിനും ഉദ്യോഗസ്ഥർക്ക് താമസിക്കുന്നതിനുമുള്ള സൗകര്യം ഇപ്പോഴത്തെ കെട്ടിടത്തിലുണ്ട്. ആവശ്യത്തിന് ജലലഭ്യതയും ഉറപ്പാക്കി. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം രാജാക്കാട്ടിൽ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും. അമൃത ന്യൂസ്, ഇടുക്കി.